ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും പാറുക്കുട്ടിയും കൂടി ചോറ് കഴിക്കാനിരുന്നു. നല്ല നെത്തോലി മീനും ചീരത്തോരനും നെല്ലിക്കയൊക്കെ കൂട്ടി നന്നായി ചോറ് കഴിച്ചു. പാറുവിൻ്റെ കഴിപ്പ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ കറിയുടെ ടേസ്റ്റ് എത്രയാണെന്ന്. പിന്നെ ഞങ്ങൾ ഡാൻസിൻ്റെ ഒരു കാര്യത്തിനായി പുറത്തിറങ്ങി. പോയ വഴി മുഴുവൻ കുണ്ടും കുഴിയും ആയതുകൊണ്ട് ഞാൻ പാറുവിനെ ഇറക്കി വിട്ട് നടത്തിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. അവിടെ എത്തി ഞങ്ങൾ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേഗം തിരിച്ചിറങ്ങി. അപ്പോഴാണ് ഓർത്തത്, അയ്യോ എൻ്റെ ചപ്പൽ എടുത്തില്ല. പിന്നെ ഞാൻ വീണ്ടും കയറി ചപ്പലൊക്കെ എടുത്തപ്പോഴാണ് ഓർത്തത്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഫേവറേറ്റ് ആയിട്ടുള്ള തലയോട്ടി ഷേക്ക് കഴിച്ചാലോ. അങ്ങനെ ഞങ്ങൾ ബാലരാമപുരത്തുള്ള ബേക്ക്ഡ് റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോഴാണ് മനസ്സിലായത് അവിടെ തേപ്പാണ് ഗെയ്സ്, ഇനി നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞേ കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് നെല്ലിമൂടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. കുട്ടി ഷാർജ 29 രൂപ എന്നൊരു ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ കയറിയത്. പുള്ളിക്കാരനോട് ഷാർജയും ഫലൂഡയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബോറടിച്ചു. പിന്നെ പാറു ആണെങ്കിൽ പറഞ്ഞു നമുക്ക് റീൽസ് എടുത്താലോ. അങ്ങനെ ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഡാൻസും റീൽസും ഒക്കെ അങ്ങനെ എടുത്തു. എന്തൊക്കെയായാലും ഈ ഒരു ബേക്കറി അത് സൂപ്പറാണ് കേട്ടോ. ഒരു ബേക്കറിയുടെ വൈബൊന്നുമല്ല, നമ്മളൊരു ടൂറ് പോയൊരു അവസ്ഥയുണ്ടായിരുന്നു. അത്ര നല്ല രീതിയിൽ ആ ഒരു ബേക്കറി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്ലേസ് ഞാൻ പറഞ്ഞു തരാം. ഇത് നെല്ലിമൂടാണ് കേട്ടോ. ഒരു കുട്ടി ഷാർജയ്ക്ക് വെറും 29 രൂപയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഡാൻസൊക്കെ കളിച്ചപ്പോഴാണ് പാർക്കുട്ടി വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ നാഗവല്ലിയെ അകത്തോട്ട് കയറ്റാൻ ഞാൻ രാമനാഥനായിട്ട് അങ്ങ് അഭിനയിച്ചു. അകത്ത് കയറി വീണ്ടും കൊഞ്ഞനം കുത്തു തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ കുട്ടി ഷാർജയും ചോക്ലേറ്റ് ഫലൂഡയും റെഡിയായി. കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ എന്താ, ഇത്രയും നല്ലൊരു ഫലൂഡയും ഷാർജയും കഴിക്കാൻ പറ്റിയില്ലേ. എനിക്കാണെങ്കിൽ പിന്നെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം എല്ലാം അകത്താക്കിയിട്ട് പുറത്തിറങ്ങി കേട്ടോ.